ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന കൺസ്ട്രക്ഷൻ ടെക്നോളജി എന്നൊരു സബ്ജക്റ്റാണ്. സോ ആക്ച്വലി ഇത് S4-ലും പിന്നെ കുറച്ചൊക്കെ നമ്മൾ S1-ലും പഠിച്ചിട്ടുള്ളതാണ്. ഈ ബ്രിക്സിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പോരാത്തതിന് ഇത് S6-ന് കോംപ്രിഹെൻസീവ് എക്സാം എന്നൊരു എക്സാം ഉണ്ട്. അപ്പോൾ അതിന് ഈ മുമ്പ് പഠിച്ച സബ്ജക്ട്സിൽ ഒരു സബ്ജക്റ്റാണ് ഈ കൺസ്ട്രക്ഷൻ ടെക്നോളജി. അതിലുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഗേറ്റിനും ഈ എൻജിനീയറിംഗ് പരമായിട്ടുള്ള എക്സാമിനൊക്കെ ഇത് ഉപകാരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത് നമുക്ക് ഇന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ കണ്ടൻസ് ഇതൊക്കെയാണ്. ഈ ബ്രിക്സ് നമുക്കറിയാം, എല്ലാവരും ബ്രിക്ക് കണ്ടിട്ടുണ്ട്, ബ്രിക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിൻ്റെ കണ്ടൻസ് ഏതൊക്കെയാണ്? കോമ്പോസിഷൻ ഓഫ് ഗുഡ് ബ്രിക്ക് എർത്ത്, അതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയാണ് അതിലുള്ള കമ്പോണൻസ്, ഒരു ബ്രിക്കിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ മിനറൽസ് ഉണ്ട്, ആവശ്യമായിട്ടുള്ളതാണ് ഉണ്ടത്. ഇനി ആവശ്യമില്ലാത്തത് അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ളതാണ് അടുത്തത്. ഹാംഫുൾ ഇൻഗ്രീഡിയൻസ് ഇൻ ബ്രിക്ക് എർത്ത്, അതാണ് അടുത്തത്. പിന്നെ വരുന്നതാണ് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ബ്രിക്ക് എർത്ത് അല്ലെങ്കിൽ ഗുഡ് ബ്രിക്ക്. ഏതൊരു നല്ലൊരു ബ്രിക്ക് ഏതാണെന്ന്, എന്തൊക്കെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയയാണ് ഉള്ളത്, അതൊക്കെയാണ് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ബ്രിക്ക് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ടെസ്റ്റ് ഓൺ ബ്രിക്സ്. ഈ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി ടെസ്റ്റ് ചെയ്യും, അതാണ് ടെസ്റ്റ് ഓൺ ബ്രിക്സ് എന്ന് വെച്ചാൽ. പിന്നെ പലതരത്തിലുള്ള ബ്രിക്സ് ഉണ്ട്, അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്സ് എന്ന് വെച്ചാൽ. ഇങ്ങനെ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, ഫോർത്ത് ക്ലാസ്, അങ്ങനെ ഒരു ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പിന്നെ കളർ ഓഫ് ബ്രിക്സ്, അതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, കോമ്പോസിഷൻ, അതനുസരിച്ച് ഈ പറഞ്ഞ ബ്രിക്കിൻ്റെ കളർ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എമൗണ്ട് കൂടുതലാവുമ്പോൾ എന്തുമാത്രം കളർ വ്യത്യാസം വരും, അതൊക്കെ വേണം ഈ കളേഴ്സ് ഓഫ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ. ലാസ്റ്റ് ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത്, മാനുഫാക്ചർ ഓഫ് ബ്രിക്സ്, അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയാണ് ബ്രിക്സിൻ്റെ കണ്ടൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ബ്രിക്സിനെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ സാധാരണ നമുക്ക് ബ്രിക്സ് അറിയാം. ഈ പറഞ്ഞ ബ്രിക്സ് നമ്മൾ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ബ്രിക്സിനെ കുറിച്ച് നല്ലോണം അറിയേണ്ട കാര്യമാണ്. സോ നമുക്കിന്ന് ബ്രിക്സിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ ബ്രിക്സിൻ്റെ ഡെഫിനിഷനാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ബ്രിക്സ് എന്ന് വെച്ചാൽ ആക്ച്വലി ഒബ്റ്റെയിൻ ബൈ മോൾഡിങ് ക്ലേ ഇൻ റെക്ടാങ്കുലർ ബ്ലോക്സിലായിട്ട് മോൾഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ബ്രിക്സ് കിട്ടുന്നത്, ഓഫ് യൂണിഫോം സൈസ്, ദെൻ ബൈ ഡ്രൈയിങ് ആൻഡ് ബേണിങ് ദീസ് ബ്ലോക്സ്. ഒരു സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനാണ്. ഇത് തന്നെയാണ് ഈ ഒരു മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. മാനുഫാക്ചറിങ് പറയുമ്പോൾ ഈ ഒരു ഒറ്റ സെൻറ്റൻസ് ആയിട്ടും പറയാം. ലാസ്റ്റ് വേണ്ട സ്ലൈഡ് വരുന്നുണ്ട്, എന്നാലും ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ്. എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് പറയുന്നതാണ് ഇത്. മോൾഡിങ് ഓഫ് ക്ലേ ഇൻ റെക്ടാങ്കുലർ ബ്ലോക്സ്, അച്ചിൽ ഒരു മോൾഡ് ചെയ്ത് അത് ഡ്രൈ ചെയ്ത് പിന്നെ ബേൺ ചെയ്യുന്നു, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ദേ ആർ യൂണിഫോം സൈസ് ആയിരിക്കും, പ്രോപ്പർലി അറേഞ്ച്ഡ് ആയിരിക്കും. പിന്നെ അത് ലൈറ്റ് ഇൻ വെയിറ്റ് ആയിരിക്കും. ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ബ്രിക്കും പിന്നെ ഒരു സ്റ്റോൺ, ഈ സ്റ്റോണും ഈ ഒരു ബ്രിക്കും, സ്റ്റോൺ എന്ന് വെച്ചാൽ ഒരു ബ്രിക്കിൻ്റെ അതേ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോൺ എന്ന് വിചാരിച്ചു, അതും ഈ ഒരു ബ്രിക്കും തമ്മിൽ ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് കൂടുതൽ അഫ്കോഴ്സ് ഈ പറഞ്ഞ സ്റ്റോണിനായിരിക്കും. അപ്പോൾ ലൈറ്റ് ഇൻ വെയിറ്റ് ആണ് ഈ പറഞ്ഞ ബ്രിക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് ബ്രിക്കിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഇന്നത്തെ കണ്ടൻസിലേക്ക് പോവാം. ആദ്യത്തേതാണ് കോമ്പോസിഷൻ ഓഫ് ഗുഡ് ബ്രിക്ക് എർത്ത്. എന്തൊക്കെയാണ് എലമെൻറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. എക്സാമിനൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ കോംപ്രിഹെൻസീവ് എക്സാം ആയാലും അല്ലെങ്കിൽ ഏതൊരു ഇനിയുള്ള ഒരു ഹയർ ആയിട്ടുള്ള എൻട്രൻസ് എക്സാം ആയാലും ചോദിക്കുന്ന, ഇപ്പോൾ ഇതിലുള്ള ചില പോയിൻറ്റ്സ് വെച്ച് ചോദിക്കുന്ന അല്ലെങ്കിൽ വൺ വേർഡായിട്ട് ചോദിക്കുന്ന വൈവയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് വരാൻ പോകുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ആദ്യത്തേത് അലൂമിന. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റാണ് അലൂമിന എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഏതൊരു ക്ലേയിലും ഉണ്ടാകുന്ന ഒരു കമ്പോണൻ്റാണ് അലൂമിന. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രൈം കോൺസ്റ്റിറ്റ്യുവൻ്റ് ഓഫ് എവറി ടൈപ്പ് ഓഫ് ക്ലേ. പ്രൈം കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രൈം കോൺസ്റ്റിറ്റ്യുവൻ്റ് ഓഫ് സ്ലൈഡ് മാറാം, ഒരു മിനിറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ദി പ്രൈം കോൺസ്റ്റിറ്റ്യുവൻ്റ് ഓഫ് എവറി ടൈപ്പ് ഓഫ് ക്ലേ. ഓക്കെ, ഇനി ഗുഡ് ബ്രിക്ക് എർത്ത് ഷുഡ് കണ്ടെയ്ൻ 20-30% ഓഫ് അലൂമിന. അപ്പോൾ ഒരു നല്ലൊരു ബ്രിക്കിന് 20 മുതൽ 30% വരെ ഈ ഒരു അലുമിനിയയുടെ കണ്ടൻറ്റ് ഉണ്ടായിരിക്കണം.
അല്ലെ അത് വേണം മസ്റ്റായിട്ട്, എന്നാലേ നല്ലൊരു ബ്രിക്കിന് ഒരു ഇതുണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റ് കാണും. അതാണ് ഇനി പറയാൻ പോകുന്നത്. അങ്ങനെ ഉണ്ടാവാൻ വേണ്ടിയാണ് അതിന് ദിസ് പ്രൊവൈഡ്സ് പ്ലാസ്റ്റിസിറ്റി. ഈ ഒരു അലൂമിനിയം നമുക്ക് പ്ലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. എന്താണ് ഏതൊരു കോമ്പോസിഷനാണ്, ഏതൊരു എലമെൻ്റാണ് ബ്രിക്കിന് ഒരു പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്നത്, അത് അലൂമിനിയമാണ്. അപ്പോൾ എക്സസ് ആയിട്ടുള്ള അലൂമിനിയം യൂസ് ചെയ്യുകയാണെങ്കിൽ മേക്ക് ദ റോ ബ്രിക്സ് ഷ്രിങ്ക് ചെയ്യും. ഷ്രിങ്ക് എന്ന് പറഞ്ഞാൽ ചുരുങ്ങും. ആൻഡ് റാപ്പ് ഡ്യൂറിങ് ദ ഡ്രൈയിങ് ആൻഡ് ബേണിങ്. അത് ചുരുങ്ങി ലാസ്റ്റ് ഇങ്ങനെ ഡ്രൈ ചെയ്യുമ്പോഴും ബേൺ ചെയ്യുമ്പോഴും അങ്ങ് ചുരുങ്ങും, അത് റാപ്പ് ചെയ്യും. അതാണ് ഡിഫക്റ്റ് എന്ന് വെച്ചാൽ എക്സസ് ആയാൽ. അപ്പോൾ ഈ ഒരു 20-30% ആവാനേ പാടുള്ളൂ. അതാണ് ഫസ്റ്റ് അലൂമിനിയെ കുറിച്ച് പറയുമ്പോൾ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കമ്പോണൻ്റാണ് സിലിക്ക. അപ്പോൾ ഇത് ക്യാൻ ബി ഫ്രീ ഓർ കമ്പൈൻഡ് ആവാം. ഈ ഒരു ഫ്രീ ആയിട്ടുള്ള സിലിക്ക അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടുള്ളത്. അതെന്ന് വെച്ചാൽ ഗുഡ് ബ്രിക്ക് ഷുഡ് കണ്ടെയ്ൻ 50-60% ഓഫ് സിലിക്ക. ഇവിടെ 50-60% ആണ്. ഈ ഒരു പെർസെൻറ്റേജൊക്കെ മറന്നു പോകില്ല. ഈ ഒരു ഇവിടുത്തെ 20-30% ആയാലും ഇവിടുത്തെ 50-60% ആയാലും. അപ്പോൾ സിലിക്കയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് കമ്പയറിങ് വിത്ത് അലൂമിനിയം. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട്. അപ്പോൾ സിലിക്ക 50-60%. ഇത് യൂണിഫോം ഷേപ്പ് ആണ് ബ്രിക്കിന് കൊടുക്കുന്നത്. ഒരു ബ്രിക്കിന് യൂണിഫോം ഷേപ്പ് കൊടുക്കണമെങ്കിൽ സിലിക്കയുടെ ആവശ്യമാണുള്ളത്. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. അപ്പം നേരത്തെ പ്ലാസ്റ്റിസിറ്റിയാണ്, ഇവിടെ യൂണിഫോം ഷേപ്പ് കൊടുക്കും. ആൻഡ് മേക്സ് ഇവിടെ സിലിക്ക ബ്രിട്ടിലും ആക്കും. ഈ ഒരു ബ്രിട്ടിൽനെസ്, ആവശ്യത്തിന് ബ്രിട്ടിൽനെസ് കൊടുക്കാൻ സഹായിക്കും ഈ ഒരു സിലിക്ക എന്ന് പറയുമ്പോൾ. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ ലൈമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കമ്പോണൻ്റാണ് ലൈം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലൈം എന്ന് വെച്ചാൽ ആക്ച്വലി ലെസ് ദാൻ 5% ആയിരിക്കണം ഉണ്ടാവേണ്ടത് ലൈമിന്. ഈ ഒരു ബ്രിക്കിന് ലെസ് ദാൻ 5% മാത്രമേ അളവ് പാടുള്ളൂ. അത് ആക്ച്വലി ഷ്രിങ്കേജ് തടയും. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞു ഷ്രിങ്കേജ് അലൂമിനിയ ഈ പറഞ്ഞ ഷ്രിങ്കേജ് കൂടിപ്പോയാൽ ഷ്രിങ്കേജ് സംഭവിക്കും, ഷ്രിങ്കായിപ്പോവും. ഇത് ഷ്രിങ്കേജ് തടയും. അതുകൊണ്ടാണ് ഇതിനും ഒരു ലിമിറ്റുണ്ട്. അതിപ്പോൾ കൂടിപ്പോയല്ല. അതാണ് അടുത്ത് പറഞ്ഞത്. എക്സസ് ഓഫ് ലൈം കോസസ് ദ ബ്രിക്ക് ടു മെൽറ്റ് ആൻഡ് ഹെൻസ് ദ ഷേപ്പ് ഇസ് ലോസ്റ്റ്. എക്സസ് ഓഫ് അലൂമിനിയം ആയാൽ അത് മെൽറ്റായി പോകും. എന്ന് പറഞ്ഞാൽ അത് ശരി തന്നെയാണ്, ഈ പറഞ്ഞ ഷ്രിങ്കേജ് തടയും. ഓക്കെ, അത് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ അത് കൂടിപ്പോയാൽ പിന്നെ അത് കുറച്ചും കൂടെ മെൽറ്റായി പോകും. അപ്പോൾ നേരെ രൂപയുള്ള ഒരു ഷേപ്പ് കിട്ടത്തില്ല. പിന്നെ ലൈം കൺവേർട്സ് ടു ക്വിക്ക് ലൈം വിച്ച് റിസൾട്ട് ഇൻ സ്പ്ലിറ്റിംഗ് ഓഫ് ബ്രിക്സ് ഇൻ ടു പീസസ്. അപ്പോൾ ലൈം ഈ പറഞ്ഞ ക്വിക്ക് ലൈമായിട്ട് കൺവേർട്ട് ചെയ്ത് ഈവന് ബ്രിക്കിനെ രണ്ട് പീസോ അല്ലെങ്കിൽ മാറ്റാനൊക്കെ സഹായിക്കുന്നത് ഈ പറഞ്ഞ ലൈമിൻ്റെ ഒരു കണ്ടൻറ്റാണ്. ലൈമിനെ ക്വിക്ക് ലൈം ആക്കുമ്പോൾ. അടുത്തത് ആണ് ഓക്സൈഡ് ഓഫ് അയൺ. അപ്പോൾ ഈ അയണിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും ആലോചിക്കുന്നത് റെഡ് കളറാണ്. ഈ ഒരു റെഡിഷ് കളർ കൊടുക്കുന്നത്, ഈ ഒരു റെഡിഷ് അല്ലെങ്കിൽ ഓറഞ്ച് റെഡിഷ് ആ ഒരു കളർ കൊടുക്കുന്നത് ഈ ഒരു ഓക്സൈഡ് ഓഫ് അയണിൻ്റെ കണ്ടൻറ്റാണ്. അത് 5-6% മാത്രമേ പാടുള്ളൂ. ഡിസൈഡ് ഫോർ എ ഗുഡ് ക്വാളിറ്റി ബ്രിക്സ്. ഇറ്റ് ഗീവ്സ് റെഡ് കളർ ടു ദ ബ്രിക്സ്. എക്സസ് ഓഫ് അയൺ ഓക്സൈഡ് വന്നാൽ, കൂടുതൽ നമ്മൾ കളർ കൂടുതൽ വേണമെന്ന് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ആയി പോകും ഈ ഒരു ബ്രിക്സ് എന്ന് വെച്ചാൽ. അപ്പോൾ കാണാനും അത്ര ഭംഗിയില്ല, കാണത്തില്ല. നമ്മളെപ്പോഴും ഒരു ബ്രിക്ക് എന്ന് പറയുമ്പോൾ നല്ല ഒരു നമുക്കറിയാമല്ലോ, ഒരു ഓറഞ്ചോ റെഡിഷ് ആ ഒരു ഷെയ്ഡുള്ള ഒരു ബ്രിക്കായിരിക്കണം. അപ്പോൾ അതിന് ഒരു 5-6% ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ഇവിടെ ലെസ് ദാൻ 5 ആണ്, ഇവിടെ 5-6% ആണ്. നേരത്തെ പറഞ്ഞതിൽ ഇവിടെ 50-60% സിലിക്ക, അലൂമിനിയം 20-30%. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു കമ്പോണൻ്റ് കൂടെ ഉണ്ട്, അതാണ് മഗ്നീഷ്യ. ഓക്കെ, മഗ്നീഷ്യ എന്ന് പറഞ്ഞാൽ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് മഗ്നീഷ്യ പ്രസൻറ്റ് ഇൻ ബ്രിക്സ് ഗിവ്സ് യെല്ലോ ടിൻറ്റും അതേപോലെ തന്നെ റിഡ്യൂസസ് ഷ്രിങ്കേജ്. അപ്പോൾ ഇവിടെ റിഡ്യൂസസ് ഷ്രിങ്കേജും ചെയ്യുന്നുണ്ട്. ലൈമിനെ പോലെ തന്നെ ഷ്രിങ്കേജ് ഈ ഒരാളും ചെയ്യുന്നുണ്ട്, മഗ്നീഷ്യ എന്നൊരാളും ചെയ്യുന്നുണ്ട്. അപ്പോൾ യെല്ലോ ടിൻറ്റ്, ചെറിയൊരു യെല്ലോയിഷ് ഷെയ്ഡും ഉണ്ടല്ലോ ഈ ബ്രിക്കിനും. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത് മഗ്നീഷ്യയുടെ എമൗണ്ട് ഉണ്ട്. പക്ഷേ ഇതും കൂടിപ്പോയാൽ, ഇതിപ്പോൾ എക്സസ് ആയി പോയാലും ഇതിനും ഒരു കുഴപ്പമുണ്ട്, അത് ഈ ബ്രിക്കിനെ ഡീക്കേ ചെയ്യും. അതാണ് ഇവിടുത്തെ ഒരു കുഴപ്പം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു 5 എണ്ണമാണ് ഈ ഒരു ബ്രിക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പോസിഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ആവശ്യമായിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റി ബ്രിക്കിന് ആവശ്യമായിട്ടുള്ള കോമ്പോസിഷൻസ് ആയത് ഇതൊക്കെ. ഇവിടെ ഞാൻ ഒരു വേർഡ് എടുത്തിട്ടുണ്ട്, ASLOM, അസ്ലോം എന്നുള്ളത്. ഇത് ഞാൻ എനിക്ക് വേണ്ടി ആലോചിക്കാൻ വേണ്ടിയാണ് ഞാൻ ആലോചിച്ച് വെച്ചിരിക്കുന്ന ഒരു കോഡ് പോലെയാണ്. അസ്ലോം എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ അലുമിന, സിലിക്ക, ലൈം, ഓക്സൈഡ് ഓഫ് അയൺ, മഗ്നീഷ്യ. അത് ആലോചിക്കാൻ വേണ്ടി മാത്രം എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നതിനാണ് ഞാൻ ഒരു കോഡ് വെച്ചേക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു എളുപ്പത്തിന് വേണ്ടി ഈ ഒരു ഇത്രയാണ് കമ്പോണൻസ് എന്നുള്ളത് ആലോചിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു എഴുതിയെന്ന് കൊടുത്തിരിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോമ്പോസിഷൻ. ഇനി അടുത്തത് നമ്മൾ സെക്കൻഡ് പോർഷനിലേക്ക് പോകാം. അതാണ് ഹാംഫുൾ ഇൻഗ്രീഡിയൻസ് ഇൻ ബ്രിക്ക് എർത്ത്. എന്തൊക്കെയാണ് ഹാംഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളത് അതിൽ എന്ന് വെച്ചാൽ ബ്രിക്കിന് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ എന്തൊക്കെയാണ് ബ്രിക്കിന് നല്ല ക്വാളിറ്റിയിൽ നിന്നും തടയുന്നത്. അത് ആദ്യത്തേതെന്ന് പറഞ്ഞാൽ അയൺ പൈറൈറ്റ്സ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബ്രിക്സ് ആർ ക്രിസ്റ്റലൈസ്ഡ് ആൻഡ് ഡിസഇൻറ്റഗ്രേറ്റഡ് ഡ്യൂറിങ് ബേണിംഗ് ഡ്യൂ ടു ഓക്സിഡേഷൻ ഓഫ് അയൺ പൈറൈറ്റ്സ്. ഈ ഒരു അയൺ പൈറൈറ്റ്സിൻ്റെ ഓക്സിഡേഷൻ കാരണം ബ്രിക്സ് ക്രിസ്റ്റലൈസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ അത് ഒരു ക്രിസ്റ്റൽ രൂപത്തിലായ പിന്നെ അത് പൊടിഞ്ഞു പോവും. അതാണ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യണം. മൊത്തത്തിൽ പറഞ്ഞാൽ അത് പൊടിഞ്ഞു പോവും. അയൺ പൈറൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഈ ബ്രിക്കിനെ പൊടിയിക്കും, അത്രയേ ഉള്ളൂ. അതാണ് അയൺ പൈറൈറ്റ്സിൻ്റെ കുഴപ്പം. അടുത്തത് ആൽക്കലീസ് ആണ്. ആൽക്കലീസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ബ്രിക്കിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഇവിടുത്തെ കേസ് പറയുമ്പോൾ അത് മിക്സ്ചർ ഓഫ് സോഡ ആൻഡ് പൊട്ടാഷ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ ആൽക്കലീൻ്റെ അളവ് കൂടുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സിമെൻറ്റും ബ്രിക്ക് മേസണറി നടത്തുകയാണ്. അപ്പോൾ ഈ സിമെൻറ്റിൽ ഓൾറെഡി വെള്ളമുണ്ട്, അതിലുള്ള വെള്ളം ഇതങ്ങ് അബ്സോർബ് ചെയ്യും. അത്രയും അബ്സോർബ് ചെയ്താൽ അത് നേരെ ചുവയുള്ള ബോണ്ടിങ് പറ്റത്തില്ല. ബ്രിക്ക് പിന്നെ ഡ്രൈ ആകുമ്പോൾ പിന്നെ അത് ഈസി ആയിട്ട് ഇളവി വരും. അപ്പോൾ അതൊരു ഡിഫക്റ്റാണ്. അപ്പോൾ അത് പാടില്ലല്ലോ. അപ്പോൾ അതാണ് ആൽക്കലിയുടെ രണ്ടാമത്തെ ഒരു പോയിൻ്റ്. ഈ ഹാംഫുൾ ആയിട്ട് ഇൻഗ്രീഡിയൻസിൽ ഒരു പോയിൻ്റും കൂടെ അതാണ്. അടുത്തതെന്ന് വെച്ചാൽ പെബിൾസ് എന്നാണ്. പെബിൾസ് എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റ് ദ ക്ലേ ഫ്രം തറലി മിക്സിങ്. എന്ന് പറഞ്ഞാൽ ഈ പെബിൾസും ഇതുമായിട്ട് ക്ലേ മിക്സ് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ബ്രിക്ക് ആദ്യം ക്ലേ ആയിരിക്കുമല്ലോ, അതും പെബിൾസുമായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ തറലി മിക്സിൽ നിന്ന് തടയും. അതേപോലെ തന്നെ ബ്രിക്സ് ആർ പ്രൊഡ്യൂസ് ആർ ഫൗണ്ട് ടു ബി വീക്ക് ഇൻ പോറസ്. എന്ന് വെച്ചാൽ ഈ പെബിൾസ് തറോലി മിക്സ് ആയി കഴിഞ്ഞാൽ പോലും അത് ഈ ബ്രിക്കിനെ വീക്കായി പോറസും ആക്കും. അഥവാ ഈ നല്ലോണം മിക്സായി കിട്ടിയാൽ പോലും ബ്രിക്കിനെ അങ്ങ് വീക്കാക്കും. അതാണ് ഈ പെബിൾസിൻ്റെ കുഴപ്പം, പെബിൾസ് ഉണ്ടെങ്കിലുള്ള കുഴപ്പം. നെക്സ്റ്റ് ഉള്ള ഒരാളാണ് വെജിറ്റബിൾ ആൻഡ് ഓർഗാനിക് മാറ്റർ. ഇഫ് ദ ഓർഗാനിക് മാറ്റർ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ബേൺ ദെൻ ദ ബ്രിക്സ് ബിക്കം പോറസ്. അങ്ങനെ പോറസ് ആവും. എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലേ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു മണ്ണിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ പല പല കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ വെജിറ്റബിൾ മാറ്ററും ഓർഗാനിക് മാറ്ററും ഉൾപ്പെടെ ഉള്ളതാണ്. അപ്പോൾ ഇത് നേരെ ബേൺ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ എല്ലാം കളഞ്ഞില്ലെങ്കിൽ അത് ആക്ച്വലി പോറസ് ആക്കും, വീക്കും ആക്കും. ഈ ബ്രിക്കിനെ അങ്ങ് ഒരു നല്ല ക്വാളിറ്റിയിൽ നിന്ന് തടയും. അപ്പോൾ ഇതൊക്കെ 4 പോയിൻ്റുകളാണ് ആക്ച്വലി ഈ ഒരു ബ്രിക്കിനെ ഹാംഫുൾ ആക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാര്യവും കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ പോയിൻറ്റും കഴിഞ്ഞു. നമ്മൾ അടുത്തതാണ് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ബ്രിക്ക്. ഏതൊക്കെ ക്വാളിറ്റീസാണ് നല്ലൊരു ബ്രിക്കിന് വേണ്ടിയുള്ള നല്ല കാര്യങ്ങളൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേതാണ് ബ്രിക്ക് ഷുഡ് കോപ്പർ കളേർഡ് ആയിരിക്കണം. ഒരു കോപ്പർ കളേർഡ് ആയിരിക്കണം. അതിൻ്റെ കളർ ഷുഡ് ബി യൂണിഫോം ആൻഡ് ബ്രൈറ്റ്. യൂണിഫോം ആയിട്ടുള്ളതും ബ്രൈറ്റ് ആയിട്ടുള്ളതും ഒരു കോപ്പർ കളറായിട്ട് ആയിരിക്കണം ഈ ഒരു ബ്രിക്ക് എന്ന് പറയുന്നത്. അതാണ് ആദ്യത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ബ്രിക്ക് ഷുഡ് ബി യൂണിഫോം ഇൻ ഷേപ്പ് ആൻഡ് ഷുഡ് ബി സ്റ്റാൻഡേർഡ് സൈസ്. നമുക്ക് പറയാവുന്നേ ഉള്ളൂ, ഇങ്ങനെ യൂണിഫോം ഷേപ്പാണ്, സ്റ്റാൻഡേർഡ് സൈസാണ്. ആദ്യം പറഞ്ഞു കോപ്പർ കളർ നല്ല കളറാണ്, രണ്ടാമത് നല്ല ഷേപ്പാണ്, സ്റ്റാൻഡേർഡ് സൈസും ആയിരിക്കണം. ഓക്കെ, മൂന്നാമത്തെന്ന് വെച്ചാൽ ബ്രിക്സ് വെൻ സ്ട്രക്ക് വിത്ത് ഈച്ച് അതർ ഷുഡ് പ്രൊഡ്യൂസ് എ മെറ്റാലിക് റിംഗ് സൗണ്ട്. എന്ന് പറഞ്ഞാൽ രണ്ട് ബ്രിക്സിനെ തമ്മിൽ കൂട്ടിയിടിക്കുകയാണെങ്കിൽ അത് മെറ്റാലിക് റിംഗിങ് സൗണ്ട് പോലെ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലാണ് ഒരു നല്ല ക്വാളിറ്റി ബ്രിക്ക് എന്ന് പറയാൻ പറ്റുന്നത്. ഇനി അടുത്തെന്ന് വെച്ചാൽ the bricks should not absorb water more than 20% by weight for first class bricks and 22% by weight for second class bricks when soaked in cold water for 24 hours. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ്, സെക്കൻഡ് ക്ലാസ് ബ്രിക്സ്, അത് ക്ലാസിഫിക്കേഷനൊക്കെ ബ്രിക്സിൻ്റെ ഉണ്ട്. അപ്പോൾ അതിലുള്ള ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് ആക്ച്വലി എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ബ്രിക്സ്, സെക്കൻഡ് ക്ലാസ് എന്ന് വെച്ചാൽ അതിനെക്കാട്ടും ജസ്റ്റ് ഒന്ന് പുറകിലുള്ള ബ്രിക്സ്. അപ്പോൾ ഇത് ആക്ച്വലി 20
പെർസെൻറ്റേജ് ബൈ വെയിറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ആ ബ്രിക്കിൻ്റെ വെയിറ്റിൻ്റെ 20% കൂടുതൽ വെള്ളം ആവാൻ പാടില്ല. ആ ഒരു ബ്രിക്കിൻ്റെ ടോട്ടൽ വെയിറ്റിൻ്റെ 20% കൂടുതൽ ഈ ഒരു വെള്ളം ഈ ബ്രിക്കിൽ ഉണ്ടാകാൻ പാടില്ല. 24 മണിക്കൂർ ഒരു തണുത്ത വെള്ളത്തിൻ്റെ അകത്ത് ഇമ്മേഴ്സ് ചെയ്ത് വെച്ച ശേഷം ടെസ്റ്റ് ചെയ്യുമ്പോൾ. അതേപോലെ തന്നെയാണ് ഈ ഒരു സെക്കൻഡ് ക്ലാസ് ബ്രിക്കായാലും 22%-കാട്ടും കൂടാൻ പാടില്ല. അങ്ങനെയുള്ള ബ്രിക്സൊക്കെയാണ് ഈ ഒരു നല്ല ക്വാളിറ്റി ബ്രിക്ക് എന്ന് പറയുന്നത്. അതാണ് അടുത്തത്. ഇനി അടുത്തത് പറയുന്നതാണ് ഫിഫ്ത്ത് പോയിന്റ്. ബ്രിക്സ് ഷുഡ് നോട്ട് ബ്രേക്ക് ഇൻ ടു പീസസ് വെൻ ഡ്രോപ്ഡ് ഫ്ലാറ്റ് ഓൺ ഹാർഡ് ഗ്രൗണ്ട് ഫ്രം എ ഹൈറ്റ് ഓഫ് അബൌട്ട് 1 മീറ്റർ. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, 1 മീറ്റർ നിന്ന് ഒരു ബ്രിക്ക് എടുത്ത് തറയിട്ടാൽ അത് പൊട്ടാൻ പാടില്ല, അത്രേ ഉള്ളൂ. പീസാവാൻ പാടില്ല, പീസായിട്ട് ആവാൻ പാടില്ല എന്നുകൊണ്ട് ആ ഒരു ലിമിറ്റേഷനാണ്. എന്നാലേ അത് നല്ല ക്വാളിറ്റി ബ്രിക്ക് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പൊട്ടാതിരുന്നാൽ നല്ല ക്വാളിറ്റി ബ്രിക്ക് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത 6-മത്തെന്ന് പറഞ്ഞാൽ ബ്രിക്സ് ഷുഡ് ഹാവ് ലോ തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് ഷുഡ് ബി സൗണ്ട് പ്രൂഫ്. ലോ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഈ ചൂട് അത് കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പാടില്ല. ചൂട് അബ്സോർബ് ചെയ്യാനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു റൂമിൻ്റെ അകത്ത് ഈ ചൂട് അബ്സോർബ് ചെയ്യുന്ന ഒരു ബ്രിക്ക് വെച്ചാണ് കൺസ്ട്രക്ട് ചെയ്തെങ്കിൽ അത് അതിൻ്റെ അകത്തിരിക്കുന്ന ആൾക്ക് നല്ല ചൂട് ഫീൽ ചെയ്യും, അൺകംഫർട്ടബിളാണ്. അപ്പോൾ ചൂട് മാക്സിമം കുറയ്ക്കണമല്ലോ. അപ്പോൾ അത് ചൂട് അബ്സോർബ് ചെയ്യാൻ പാടില്ല. ലോ തെർമൽ കണ്ടക്ടിവിറ്റി ആയിരിക്കണം. അതേപോലെ തന്നെ സൗണ്ട് പ്രൂഫ് ആയിരിക്കണം. ഈ സൗണ്ടൊക്കെ റിഫ്ലക്റ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടോ അതൊന്ന് പുറത്ത് പോകാനോ അല്ലെങ്കിൽ പുറത്തുള്ള സൗണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് വരും, എന്നാലും ആ ഒരു മെജോറിറ്റി അങ്ങ് അകത്തേക്ക് കയറാതിരിക്കാൻ ശ്രമിക്കണം. അങ്ങനത്തെ ടൈപ്പുള്ള ബ്രിക്കൊക്കെയാണ് നല്ല ബ്രിക്ക് എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് പോയിൻ്റാണ് നോ ബ്രിക്ക് ഷുഡ് ഹാവ് ദി ക്രഷിംഗ് സ്ട്രെങ്ത് വാല്യൂ ബിലോ 5.5 Nm². ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂസാണ്. 5.5 Nm²-നെക്കാട്ടും കുറയാൻ പാടില്ല ക്രഷിംഗ് സ്ട്രെങ്ത്. അതേപോലെ തന്നെ ആവറേജ് ക്രഷിംഗ് സ്ട്രെങ്ത് ആൻഡ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ഹാൻഡ് മോൾഡഡ് ആയിട്ടുള്ള ബ്രിക്സ് എന്ന് പറഞ്ഞാൽ 60,000 kN/m². ദി ഷിയർ സ്ട്രെങ്ത് ഓഫ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ 1/10 ഓഫ് ക്രഷിംഗ് സ്ട്രെങ്ത് ആയിരിക്കണം. ഇതൊക്കെ ജസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്, ഓർമ്മിച്ച് വെച്ചേക്കുള്ള പോയിൻറ്റ്സ് ഒക്കെയാണ് ഇത്. 7-മത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ 5.5-നെക്കാട്ട് കുറയാൻ പാടില്ല. ഒരു ഹാൻഡ് മോൾഡഡ് ആയിട്ടുള്ള ക്രഷിംഗ് സ്ട്രെങ്ത് ആൻഡ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ 60,000 kN/m² ആണ്. ഷിയർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 1/10 ഓഫ് ഈ പറഞ്ഞ ക്രഷിംഗ് സ്ട്രെങ്ത് ആയിരിക്കണം. അപ്പോൾ അതൊക്കെയാണ് ജസ്റ്റ് ആലോചിച്ച് വെക്കേണ്ട ഒരു 7-മത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ബ്രിക്കിന് വേണ്ടി. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റ് കഴിഞ്ഞു. ഇനി അടുത്ത പോയിൻ്റാണ് ടെസ്റ്റ് ഓൺ ബ്രിക്സ്. ഈ ക്വാളിറ്റീസ് പറഞ്ഞു. ഇപ്പോൾ ഈ ക്വാളിറ്റീസ് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ടെസ്റ്റ് ചെയ്യും, ഇത് ഏറ്റവും റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ടെസ്റ്റ് ചെയ്യും, സിമ്പിളായിട്ടുള്ള ടെസ്റ്റുകളൊക്കെയാണ്, എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റാണ് അബ്സോർപ്ഷൻ. ആ ഒരു പേരിൽ തന്നെയുണ്ട്. അബ്സോർപ്ഷൻ എന്ന് വെച്ചാൽ ബ്രിക്ക് ഇസ് ടേക്കൺ ആൻഡ് വെയ്ഡ് ആൻഡ് ദെൻ ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ഫോർ 16 hours. ചിലപ്പോൾ 24 hours ആവുന്നുണ്ട് ചില കേസിൽ. അപ്പോൾ ഇവിടെ 16 hours. It is weighed again and the difference in weight indicates the amount of water is absorbed. In any condition, it should not exceed 20% of the weight of dry brick. വേറെ ഒന്നുമില്ല, ഒരു ബ്രിക്കിനെ എടുത്തു, അതിനെ 16 hours ഇമ്മേഴ്സ് ചെയ്തിട്ട് ബ്രിക്കിനെ ഇമ്മേഴ്സ് ചെയ്യുന്ന മുമ്പേ ഒരു ഡ്രൈ വെയിറ്റ് ആയിട്ടുള്ള ആ ഒരു സെയിം ബ്രിക്കിനെ തന്നെ വെയ് ചെയ്തിട്ട് വേണം ഇമ്മേഴ്സ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇത്രയും അവേഴ്സ് കഴിഞ്ഞിട്ട് പുറത്തെടുത്തിട്ട് അതിനെ വെയ് ചെയ്യണം. എന്നാൽ ആ ഒരു വെള്ളത്തിൽ മുക്കിയ ശേഷം ഉള്ള ഒരു ബ്രിക്കിനെ വെയ് ചെയ്തിട്ട് അത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നുള്ളത് ആ വാട്ടർ അബ്സോർബ് എന്നുള്ള അറിയാൻ പറ്റുള്ളൂ. മൈനസ് ചെയ്യുമ്പോൾ അത് 20% കൂടാൻ പാടില്ല. സ്റ്റാൻഡേർഡ് ആണത്. പിന്നെ അത് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് അങ്ങനെയല്ല, ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് 20%. അത് ആണ് ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ. സിമ്പിളായിട്ടുള്ള ടെസ്റ്റാണ്. വേറെ എക്യുപ്മെൻറ്റോ അങ്ങനെ ഇല്ല, ഒരു വെയിങ് ബാലൻസിന് മാത്രം മതി. ഇതിനൊരു വെള്ളവും മാത്രം ഉള്ളൂ. രണ്ടാമത്തേന് ക്രഷിംഗ് സ്ട്രെങ്ത്. ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ബ്രിക്സ് എന്ന് വെച്ചാൽ 3.5 Nm² ആയിരിക്കണം. അതേപോലെ തന്നെ ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ബ്രിക്സ് ഹാവിങ് 7 to 14 Nm² ആണെങ്കിൽ അതിനെ ഗ്രേഡഡ് ആസ് AA ആയിട്ടുള്ള കാറ്റഗറിയിലാണ് ഇതിനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് പറഞ്ഞാൽ 3.5 Nm² ആയിരിക്കണം. ഒരു സ്റ്റാൻഡേർഡാണ്, ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തെന്ന് വെച്ചാൽ ഹാർഡ്നെസ് ആണ്. ഓക്കെ, ക്രഷിംഗ് സ്ട്രെങ്ത് പറഞ്ഞു, അബ്സോർപ്ഷൻ പറഞ്ഞു, ഇനി ഹാർഡ്നെസ് ആണ്. ഹാർഡ്നെസ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മളൊരു സ്ക്രാച്ച് ചെയ്യണം, നമ്മളൊരു നഖം വെച്ചോ അല്ലെങ്കിൽ ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് വെച്ചോ ഒരു ബ്രിക്കിൻ്റെ
സർഫസിലേക്ക് സ്ക്രാച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഇംപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ക്രാച്ച് ചെയ്ത ഒരു മാർക്ക് അവിടെ വീഴാൻ പാടില്ല. അതിനെയാണ് അങ്ങനെ വീഴാതിരിക്കണതാണ് നല്ലൊരു ബ്രിക്ക് എന്ന് വെച്ചാൽ. അങ്ങനത്തെ ടെസ്റ്റാണ് ഹാർഡ്നെസ് ടെസ്റ്റ് എന്ന് വെച്ചാൽ. അത്രേ ഉള്ളൂ അത് പറയുന്നത്. ഇഫ് നോ ഇംപ്രഷൻ ഈസ് ലെഫ്റ്റ് ഓൺ ദ സർഫസ് ദി ബ്രിക്സ് ആർ കൺസിഡേർഡ് ആസ് ഹാർഡ്. ഓക്കെ, അതാണ് മൂന്നാമത്തെ ടെസ്റ്റ്. അടുത്ത ടെസ്റ്റ് എന്ന് വെച്ചാലാണ് പ്രസൻസ് ഓഫ് സോലുബിൾ സോൾട്ട്സ്. ഏതൊക്കെ തരത്തിലുള്ള സോലുബിൾ സോൾട്ട്സ് ഒക്കെയാണ് ഉള്ളത് എന്ന് ഈ ഒരു ബ്രിക്കിൻ്റെ അകത്ത് ഉള്ളതെന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത്, ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യേണ്ടത്. വേറെ ഒന്നുമില്ല, ബ്രിക്ക് ഇസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ഫോർ 24 hours. It is taken out and allowed to dry in shade. The absence of grey or white deposits on its surface indicates absence of soluble salts. വേറൊന്നുമില്ല, ഇതേപോലെ തന്നെ ഒരു ബ്രിക്കിനെടുത്ത് 24 മണിക്കൂർ വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചേക്കണം. പുറത്തെടുത്ത ശേഷം അതിനെ സൺലൈറ്റിലോ എവിടെയെങ്കിലും ഡ്രൈ ചെയ്യണം. ഡ്രൈ ചെയ്ത ശേഷം അതിൻ്റെ സർഫസിൽ വൈറ്റ് കളർ പാച്ചസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഈ ഒരു പ്രസൻസ് ഓഫ് സോലുബിൾ ആയിട്ട് സോൾട്ട്സ് ഉണ്ട് എന്നർത്ഥം. അപ്പോൾ അത് നല്ല ക്വാളിറ്റി ബ്രിക്ക് അല്ല ഈ ഒരു നല്ല ഒരു അങ്ങനത്തെ സോൾട്ടോ ഒന്നും പ്രസൻസ് ഇല്ലെങ്കിൽ ഓക്കെ, അത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബ്രിക്കാണ്, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു നാലാമത്തെ ടെസ്റ്റ് പറയുന്നത്. ഇനി ഷേപ്പ് ആൻഡ് സൈസ് എന്ന് വെച്ചാൽ ഫോർ ഗുഡ് ക്വാളിറ്റി ബ്രിക്സ് ഡയമെൻഷൻസ് ഓഫ് പെർമിസിബിൾ ലിമിറ്റ്സ് ആർ ഈ പറഞ്ഞിരിക്കുന്ന ഡയമെൻഷൻസ് ആണ്. എന്ന് വെച്ചാൽ 20 ബ്രിക്സ് ലെന്ത് വൈസ് വെക്കുകയാണെങ്കിൽ, 20 ബ്രിക്സ് എടുത്ത് ലെന്ത് വൈസ് വെക്കുകയാണെങ്കിൽ ആ ലെന്ത് വൈസിൻ്റെ അത്രയും അളന്ന് നോക്കുമ്പോൾ ഈ ഒരു വാല്യൂവിൻ്റെ ഇടയിലായിരിക്കണം വരേണ്ടത്. ഒരു 20 ബ്രിക്സിനെ ലെന്ത് വൈസ് അങ്ങ് മെഷർ ചെയ്യണം. 20 ബ്രിക്സ് ലെന്ത് വൈസ് അങ്ങ് വെച്ചിട്ട് അങ്ങ് മെഷർ ചെയ്യുമ്പോൾ ഈ ഒരു വാല്യൂവിൻ്റെ ഇടയിലായിരിക്കണം വാല്യൂ വരേണ്ടത്. എന്നാൽ നല്ല ക്വാളിറ്റി ബ്രിക്കാണ്. അതേപോലെ തന്നെ വിഡ്ത്ത് വൈസ് വെക്കുമ്പോഴും ഹൈറ്റ് വൈസ് വെക്കുമ്പോഴും ഈ രണ്ട് വാല്യൂസ് ഒരേപോലെയാണ് റേഞ്ച്. അത് ആ വാല്യൂയുടെ ഇടയിലായിരിക്കണം വരേണ്ടത്. എങ്കിലേ ആ ടെസ്റ്റ് ശരിയാവത്തുള്ളൂ, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ബ്രിക്ക് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അടുത്തത് സൗണ്ട്നെസ് ആണ്. സൗണ്ട്നെസ് എന്ന് പറയുമ്പോൾ 2 bricks are taken and stuck with each other. If the bricks are not break, these are superior quality bricks. സിമ്പിളായിട്ടുള്ള 2 bricks എടുത്ത് കൂട്ടിയിടിക്കുന്നു. അത് കൂട്ടിയിടിക്കുമ്പം അത് പൊടിഞ്ഞു പോയില്ല അല്ലെങ്കിൽ പൊട്ടിപ്പോയില്ല എന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ബ്രിക്കാണ്. അപ്പോൾ സൗണ്ട്നെസ്സും സൗണ്ട് പ്രൂഫും തമ്മിൽ മാറിപ്പോയില്ല. ഇവിടെ ഒരു സൗണ്ട് പ്രൂഫ് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സൗണ്ട് 6th പോയിന്റ്, ഇവിടെ ഒരു 6th പോയിന്റിൽ സൗണ്ട് പ്രൂഫ് പറഞ്ഞല്ലോ. ആ സൗണ്ട് പ്രൂഫ് എന്ന് വെച്ചാൽ സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു. സൗണ്ട്നെസ് എന്ന് വെച്ചാൽ ആക്ച്വലി തമ്മിൽ ഈ ഒരു ബ്രിക്ക് തമ്മിൽ ഇടിക്കുമ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആ ഒരു ടെസ്റ്റിലുള്ളതാണ്. ഓക്കെ, ഇതാണ് ടെസ്റ്റുകളെന്ന് പറയുന്നത്. ഒരു ടെസ്റ്റും കൂടെ ഉണ്ട്, അതാണ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. എ ബ്രിക്ക് ഇസ് ബ്രോക്കൺ ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദ ബ്രോക്കൺ ബ്രിക്ക് ഷുഡ് ബി ഹോമോജീനിയസ്, കോമ്പാക്റ്റ് ആൻഡ് ഫ്രീ ഫ്രം ഡിഫ്ലക്സ് ലൈക്ക് ഹോൾസ്, ലംസ്. വേറെ ഒന്നുമില്ല, ഒരു ബ്രിക്കിനെ കട്ട് ചെയ്യണം അല്ലെങ്കിൽ മുറുക്കി 2 പീസാക്കുമ്പോൾ ആ പീസാക്കിയ ക്രോസ് സെക്ഷൻ പോർഷൻ ഉണ്ടല്ലോ, എന്നാൽ അകത്തുള്ള ആ ക്രോസ് സെക്ഷൻ പോർഷൻ, മുറിഞ്ഞ പോർഷൻ, അവിടെ ഹോമോജീനിയസ് ആയിരിക്കണം, ഒരേപോലെ ആയിരിക്കണം. അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സോ അങ്ങനെയൊന്നും പാടില്ല, ഒരേപോലെ ആയിരിക്കണം. കോമ്പാക്റ്റഡ് ആയിരിക്കണം, ഫ്രീ ഫ്രം ഈ ഒരു ഡിഫക്ട്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഇങ്ങനെ ഹോൾസോ അല്ലെങ്കിൽ ലംസ് ഉണ്ടെങ്കിൽ പ്രൊജക്ഷൻ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ലംസ് ഒന്നും പാടില്ല. അതൊക്കെയാണ് സ്ട്രക്ചറിൻ്റെ കേസിൽ നല്ല ക്വാളിറ്റി ബ്രിക്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ്. ഓക്കെ, ഇത്രയും ആണ് 7 എണ്ണമാണ് ഈ ടെസ്റ്റിനെ കുറിച്ച്, ടെസ്റ്റ് ഓൺ ബ്രിക്സ്. ഓക്കെ, ഇനിയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്സ്. ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെ പറഞ്ഞു ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, ഫോർത്ത് ക്ലാസ്. അതിനെക്കുറിച്ചാണ് ഇപ്പം പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെയാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ്. നേരത്തെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ബ്രിക്സ് ആണ്. അപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. ഫസ്റ്റ് ക്ലാസ് പേര് തന്നെയാണ്, ഫസ്റ്റ് ആണ്. അപ്പോൾ ടേബിളിലാണ് ഇത് മോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലോണം മോൾഡ് ചെയ്യണം, ടേബിൾ വെച്ചൊക്കെയാണ് മോൾഡ് ചെയ്യാൻ, ടേബിളിലാണ് മോൾഡ് ചെയ്യണം, നമ്മൾ തറയിലോ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ ടേബിൾ മോൾഡാണ്, സ്റ്റാൻഡേർഡ് ഷേപ്പാണ് വേണം. ബേൺഡ് ഇൻ കിൽൻസ്, ഈ ഒരു ബ്രിക്സിനെ സ്റ്റാൻഡേർഡായിട്ടുള്ള ബ്രിക്സിലാണ് ഈ പറഞ്ഞ ഇതിനെ ബേൺഡ് ഇൻ കിൽൻസിലും ചെയ്യണത്. യൂസ്ഡ് ഫോർ സുപ്പീരിയർ വർക്ക് ഓഫ് പെർമനൻറ്റ് നേച്ചർ.
സുപ്പീരിയർ വർക്ക്സിനൊക്കെയാണ് ഈ ഒരു നല്ല സുപ്പീരിയർ വർക്ക്സ് ഇത് നല്ല ബ്രിക്സ് ഒക്കെ ആണല്ലോ. അപ്പോൾ അതിന് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബ്രിക്സ് ഒക്കെ എന്ന് പറയുമ്പോൾ ഒരു നല്ല ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സുപ്പീരിയർ ക്വാളിറ്റി കൺസ്ട്രക്ഷന് വേണ്ടിയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് മോൾഡഡ് ആൻഡ് ഷേപ്പ് സ്ലൈറ്റ്ലി ഇറഗുലർ ആണ്. ചെറുതായിട്ട് ഇറഗുലർ ആണ്. ഹെയർ ലൈൻ ആയിട്ടുള്ള ക്രാക്സ് ഒക്കെ ഉണ്ട്. ചെറിയ രീതിയിലുള്ള മുടിനാര് പോലെയുള്ള ക്രാക്സ് ഒക്കെ ഉണ്ട് ഈ സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് പറയുമ്പോൾ. യൂസ്ഡ് അറ്റ് പ്ലേസസ് വെയർ ബ്രിക്ക് വർക്ക് ഈസ് ടു ബി പ്രൊവൈഡഡ് വിത്ത് കോട്ട്സ് ഓഫ് പ്ലാസ്റ്റർ. ഇത് യൂസ് ചെയ്യുന്നത് കോട്ട്സ് ഓഫ് പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ, അല്ലെങ്കിൽ മിക്കയിടത്തും പ്ലാസ്റ്ററിങ് ചെയ്യല്ലോ, അങ്ങനത്തെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രിക്സ് ആണ് സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് എന്ന് വെച്ചാൽ. അതിൽ കോട്ട്സ് ഓഫ് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി തേർഡ് ക്ലാസ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ ഇത് ഗ്രൗണ്ട് മോൾഡഡ് ആണ്. നേരത്തെ ഈ സെക്കൻഡ് ക്ലാസ് പോലെ തന്നെയാണ്, ഗ്രൗണ്ട് മോൾഡഡ് ആണ്. ഷേപ്പ് ഇസ് ഇറഗുലർ ആണ് ആൻഡ് ഡിസ്റ്റോർട്ടഡ് അറ്റ് ദ എഡ്ജസ്. ഇവിടെ ഷേപ്പ് സ്ലൈറ്റ്ലി അല്ല, കുറച്ചും കൂടെ ഇറഗുലർ ആണ്. എഡ്ജൊക്കെ കുറച്ചും കൂടെ ഷാർപ്പല്ല, കുറച്ച് കേവി ആയിട്ടോ അല്ലെങ്കിൽ പൊടിഞ്ഞു പോയോ അങ്ങനെയൊക്കെ ആയിരിക്കും. തേർഡ് ക്ലാസ് ദേ യൂസ് ഫോർ ടെമ്പററി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള വെയർ റെയിൻഫോൾ ഇസ് നോട്ട് ഹെവി റെയിൻഫോൾ ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്ത ഫോർത്ത് ക്ലാസ് ബ്രിക്സ് എന്ന് വെച്ചാൽ ദീസ് ആർ ഓവർ ബേൺ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ബേൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കുറച്ച് പൊട്ടിപ്പോകാൻ എളുപ്പത്തിന് ചാൻസ് ഉള്ളതാണ്, അല്ലെങ്കിൽ പൊട്ടിയ ബ്രിക്സ് ഒക്കെയാണ് ഈ പറഞ്ഞ ഫോർത്ത് ക്ലാസ് ബ്രിക്സ്. അത് കൂടുതലായിട്ട് അങ്ങ് ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ വർക്കിന് യൂസ് ചെയ്യത്തില്ല. അല്ലാത്ത ഈ പറഞ്ഞ ഫൗണ്ടേഷനും ഫ്ലോറിന് റോഡ്സിനൊക്കെയാണ് ഈ പറഞ്ഞ ഫോർത്ത് ക്ലാസ് ബ്രിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ്, സെക്കൻഡ് ക്ലാസ് ബ്രിക്സ്, തേർഡ് ക്ലാസ് ബ്രിക്സ് ആൻഡ് ഫോർത്ത് ക്ലാസ് ബ്രിക്സ്. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചാൽ കളർ ഓഫ് ബ്രിക്സ്. ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുക, ഏതൊക്കെ കളറൊക്കെയാണ് ഉള്ളത്, ഏതൊക്കെ കമ്പോണൻ്റൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ബ്രിക്കിന് പല കളേഴ്സ് കിട്ടുന്നത്. അപ്പോൾ ബ്ലാക്ക് കളറുള്ള ബ്രിക്കാണെങ്കിൽ അത് ബ്ലാക്ക് ഒന്നും പാടില്ല ആക്ച്വലി. പക്ഷെ ബ്ലാക്ക് എന്തുകൊണ്ട് വരുന്നു? മഗ്നീഷ്യം ആൻഡ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് അയൺ ഉള്ളതുകൊണ്ടാണ് ബ്ലാക്ക് വരുന്നത്. ഓക്കെ, ഇനി ഈ മഗ്നീഷ്യം അയണും ഉള്ള വേറെ ഒന്നാണ് ഇവിടെ ഉള്ളത്, അയൺ ആൻഡ് മഗ്നീഷ്യം. ഇവിടെ ലാർജ് ക്വാണ്ടിറ്റി അല്ല, അയണും മഗ്നീഷ്യം, അത് യെല്ലോ കളർ കൊടുക്കും. മഗ്നീഷ്യം ഓൾറെഡി അറിയാം, നമ്മൾ നേരത്തെ കമ്പോണൻസിൽ അല്ലെങ്കിൽ കോമ്പോസിഷനിൽ പഠിച്ചു, ഒരു ടിൻറ്റ് ആയിട്ടുള്ള യെല്ലോ കളർ കൊടുക്കും. ആ യെല്ലോയിഷാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ ബ്ലാക്ക് കൊടുക്കുന്നത് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് അയൺ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് രണ്ട് കമ്പയർ ചെയ്യാമല്ലോ, ബ്ലാക്കും യെല്ലോ. അടുത്ത് ബ്ലൂയിഷ് ഗ്രീൻ കൊടുക്കുന്നത് ആൽക്കലൈസ് ആണ്, അത് ആലോചിച്ച് വയ്ക്കാന്നുള്ളൂ. പിന്നെ ബ്രൈറ്റ് റെഡ്, ഡാർക്ക് ബ്ലൂ, പേർപ്പിൾ ആയിട്ടുള്ളത് അഫ്കോഴ്സ് അത് അയൺ ഓക്സൈഡ് ആയിരിക്കും. കാരണം ഡാർക്ക് ബ്ലൂ, ഡാർക്ക് പേർപ്പിളൊക്കെ എന്ന് പറയുന്നത് ഈ വരുന്ന അയൺ ഓക്സൈഡാണ്. ഇനി ബ്രൗൺ എന്ന് പറഞ്ഞാൽ ലൈം ഇൻ എക്സസ്, ക്രീം എന്ന് പറഞ്ഞാൽ അയൺ ആൻഡ് ലിറ്റിൽ ലൈം, റെഡ് എന്ന് വെച്ചാൽ അഫ്കോഴ്സ് എപ്പോഴും അയണാണ്. റെഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അയണാണ് അയൺ യൂസ് ചെയ്തുകൊണ്ടാണ് റെഡ് കളർ വരുന്നത്. പിന്നെ വൈറ്റ് എന്ന് വെച്ചാൽ പ്യുവർ ക്ലേ. വൈറ്റ് ആലോചിക്കാൻ എളുപ്പമാണ്, പ്യുവർ അല്ലേ. പ്യുവർ എന്നൊരു വാക്കെന്ന് തന്നെ വൈറ്റിനായിട്ട് ഒരു കണക്ഷൻ കാണുമല്ലോ, അപ്പോൾ പ്യുവർ ക്ലേ ആണ് വൈറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇതാണ് കളേഴ്സ് ഓഫ് ബ്രിക്സ്. അടുത്തതാണ് മാനുഫാക്ചർ. ലാസ്റ്റ് പോയിന്റ് വരെയാണ് മാനുഫാക്ചർ ഓഫ് ബ്രിക്സ്. നമ്മൾ ഇത്രയും പഠിച്ചു. ഇനി എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത്, മാനുഫാക്ചർ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആദ്യം പ്രിപ്പറേഷൻ ഓഫ് ക്ലേ. ഓക്കെ, ആദ്യത്തെ പോയിൻ്റാണ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ. എങ്ങനെ ഈ ഒരു ക്ലേയിനെ അല്ലെങ്കിൽ ഈ ബ്രിക്കിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യും. രണ്ടാമത്തത് ഇതിനെ മോൾഡ് ചെയ്യുന്നു. മൂന്നാമത്തെ ഡ്രൈ ചെയ്യുന്നു. നാലാമത്തെ ബേൺ ചെയ്യുന്നു. ഇത് തന്നെയാണല്ലോ നമ്മുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ബ്രിക്കിൻ്റെ ഡെഫിനിഷൻ ഇത് തന്നെയാണല്ലോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രിപ്പറേഷൻ ഓഫ് ക്ലേ ആണ്. ഇതിന് ഒരു 7 പോയിൻ്റ് എന്തോ ഉണ്ട്. 7 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പോയിൻ്റാണ് അൺസോയിലിംഗ്. അൺസോയിലിംഗ് എന്ന് വെച്ചാൽ the top layer of soil, which is about 200 mm in depth, is taken and thrown away as it contains excessive impurities. വേറെ ഒന്നുമില്ല, മണ്ണിൽ നിന്ന് 200 mm ആയിട്ടുള്ള ഒരു ഡെപ്തിൽ മണ്ണങ്ങ് കളയുന്നു. ആവശ്യമില്ലാത്ത മണ്ണ്, നമുക്ക് ക്ലേ ആണ് വേണ്ടത്. അവിടെ നിന്ന് എക്സസീവ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസാണ് അത്. അപ്പോൾ അതൊന്നും വേണ്ടാത്ത ഭാഗം കളഞ്ഞിട്ട് ഒരു 200 mm ഡെപ്തിൽ ആണ് കുഴിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അൺസോയിലിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത രണ്ടാമത്തെ ഡിഗ്ഗിങ് എന്ന് വെച്ചാൽ ദ ക്ലേ ഇസ് ദെൻ ക്ലേ ഇനിയാണ് ക്ലേ എടുക്കുന്നത്. ക്ലേയിനെ ഡഗ് ചെയ്തിട്ട് ആൻഡ് സ്പ്രെഡ് ഇൻ ദ ഫോം ഓഫ് ഹീപ്സ് ഓഫ് ക്ലേ
about 600 to 1200 mm. 600 to 1200 mm ഒരു റേഞ്ച് അളവിൽ ഈ ഒരു ഹീപ്സ് ഓഫ് ക്ലേ, ഒരു അത്ര എമൗണ്ട് ഓഫ് ക്ലേ എടുത്തിട്ട് ഒരു ഹീപ്പായിട്ട് വെക്കും. അപ്പോൾ അതാണ് അവിടെ നിന്ന് ഡഗ് ചെയ്തെടുക്കുന്നു. ഇനി അടുത്ത ക്ലീൻ ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു കിട്ടിയ ക്ലേ എന്ന് പറഞ്ഞാൽ പല പല ഓർഗാനിക് മാറ്റർ, പെബിൾസ്, സ്റ്റോൺസ് ഒക്കെ കാണും. അതാണ് ഇവിടെ പറയുന്നത്. സ്റ്റോൺസ്, പെബിൾസ്, വെജിറ്റബിൾ മാറ്റർ, ഓർഗാനിക് മാറ്റർ ഒക്കെ കാണും. അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ക്ലീൻ ചെയ്യും. എന്നാലേ നല്ല പ്യൂറായിട്ട് അല്ലെങ്കിൽ അത്യാവശ്യത്തിന് നല്ല ക്ലീൻ ആയി കിട്ടത്തുള്ളൂ. ഇനി അടുത്ത വെതറിങ് ആക്ച്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് എക്സ്പോസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ ഒരു പുറത്തങ്ങ് വെച്ച് വയ്ക്കും. കുറച്ച് നേരത്തെ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ വെച്ച് വയ്ക്കും. എന്നുവെച്ചാൽ അതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയാണ്. എന്നാൽ അതിന് മണ്ണിൻ്റെ അടിയിരിക്കുമ്പോൾ ഒരു കളറാണ്, വെയിലടിച്ച് കുറച്ച് നാളാകുമ്പോൾ ഏതൊരു സാധനമാണെങ്കിലും അതിന് കളർ ജസ്റ്റ് ഒന്ന് മാറും. അല്ലെങ്കിൽ വെതറിങ് ചെയ്യും. അറ്റ്മോസ്ഫിയറായിട്ടൊരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു വേരിയേഷൻ ഉണ്ടാവാൻ വേണ്ടി തന്നെ. അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചർ ചെയ്യുമ്പം തന്നെ ആ ഒരു ചേഞ്ച് ഉണ്ടായിപ്പോവും. അത് തടയാൻ വേണ്ടിയാണ് ആദ്യമേ നമ്മൾ വെതറിങ് ചെയ്യിപ്പിക്കുന്നത്. കാരണം അത് മണ്ണിൻ്റെ അടിയിൽ നിന്നുകൊണ്ട് വേറൊരു എൻവയൺമെൻറ്റിലാണ് ഇരുന്നത്. ഇപ്പോൾ പുറത്ത് വന്നു വേറൊരു എൻവയൺമെൻറ്റാണ്. അതുകൊണ്ടാണ് വെതറിങ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് സോഫ്റ്റനിങ് ആൻഡ് മെല്ലോയിങ് എന്ന് വെച്ചാൽ ആക്ച്വലി അതിനെ കളർ ചേഞ്ച് ചെയ്യുന്നു. ഈ പറഞ്ഞ അറ്റ്മോസ്ഫിയറിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ കളർ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ബ്ലെൻഡിങ് എന്ന് വെച്ചാൽ ആക്ച്വലി ദ ക്ലേ ഈസ് മെയ്ഡ് ലൂസ് ആൻഡ് എനി ഇൻഗ്രീഡിയൻറ്റ് ടു ബി ആഡഡ് ഈസ് ടു ബി സ്പ്രെഡ് ഔട്ട് അറ്റ് ഇറ്റ് സ്റ്റോപ്പ്. ഇനിയാണ് പ്രോസസ്സ് നടക്കുന്നത്. ആക്ച്വലി ഈ ക്ലേയിനെ ലൂസാക്കിയിട്ട് എന്തെങ്കിലും ഇൻഗ്രീഡിയൻറ്റ്, ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കോമ്പോസിഷനൊക്കെ ഉണ്ടല്ലോ, അതിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം മുകളിൽ ആഡ് ചെയ്യും. എന്നിട്ട് ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് by taking a small portion of clay every time and by turning it up and down in vertical direction. ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഒരു സ്മോൾ പോർഷൻ എടുത്തിട്ട് ഓരോ പ്രാവശ്യവും ഒരു സ്മോൾ പോർഷൻ ക്ലേ എടുത്തിട്ട് ഒരു വെർട്ടിക്കലായിട്ട് അങ്ങനെ മുകളിലോട്ടും താഴോട്ടും ആക്കിയാണ് ഈ ഒരു ബ്ലെൻഡിങ് ചെയ്യുന്നത്. ബ്ലെൻഡിങ് എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു മിക്സ് ചെയ്യുന്നു എന്നുള്ള അർത്ഥമുള്ളൂ. അതാണ് ബ്ലെൻഡിങ് എന്ന് വെച്ചാൽ. അടുത്ത ടാമ്പറിങ് എന്ന് വെച്ചാൽ ദ ക്ലേ ഈസ് ബ്രോട്ട് ടു ആൻ ഒപ്റ്റിമം ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് ആൻഡ് മെയ്ഡ് റെഡി ഫോർ മോൾഡിങ്. ഒരു ഒപ്റ്റിമം ഡിഗ്രി ഓഫ് ഹാർഡ്നെസ്സിലേക്ക് കൊണ്ടുവരുത്തും ടാമ്പറിങ് എന്ന് വെച്ചാൽ. എന്ന് പറഞ്ഞാൽ അത് ടാമ്പറിങ് ചെയ്ത് അതിന് മോൾഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മോൾഡിലേക്ക് ഒരു കൊടുക്കുന്നതിന് മുമ്പ് ഇത് ആക്ച്വലി കുറച്ചും കൂടെ പ്ലാസ്റ്റിസിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ ഒരു വഴുവഴുപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു അത്ര സ്ട്രോങ് ആയിട്ടിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടി ഹാർഡ്നെസ് കിട്ടാൻ വേണ്ടിയാണ് അത് ഈ ഒരു ടാമ്പറിങ് ചെയ്യുന്നത്. അടുത്ത പഗ്ഗിങ്, ലാസ്റ്റ് പോയിൻ്റാണ്. പഗ്ഗിങ് എന്ന് വെച്ചാൽ ആക്ച്വലി ദി പ്രോസസ് ഓഫ് ഗ്രൈൻഡിങ് ക്ലേയും വിത്ത് വാട്ടർ ആൻഡ് മേക്കിംഗ് ഇറ്റ് പ്ലാസ്റ്റിക് ഇസ് നോൺ ആസ് പഗ്ഗിങ് എന്ന് വെച്ചാൽ. ഇതുമായിട്ട് കണക്റ്റഡാണ്, ടാമ്പിങ് ആയിട്ട് കണക്റ്റഡാണ്. എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി കിട്ടാൻ വേണ്ടി ഒരു ഗ്രൈൻഡും ചെയ്യും, ക്ലേയും വെള്ളവുമായിട്ട് ഗ്രൈൻഡ് ചെയ്ത് പ്ലാസ്റ്റിസിറ്റി കിട്ടാനുള്ള പ്രോസസ്സാണ് പഗ്ഗിങ് എന്ന് വെച്ചാൽ ആക്ച്വലി. ഇനി അടുത്ത് പറയുന്നത് വെച്ചാൽ അതിൻ്റെ ഏത് വെച്ച് യൂസ് ചെയ്തിട്ടാണ് പഗ് മിൽ ചെയ്തിട്ടാണ് ആക്ച്വലി. കൺസിസ്റ്റ് ഓഫ് കോണിക്കൽ അയൺ ടബ് ഉണ്ട് ഓവർ ഇറ്റ്സ് ടോപ്പ്. ഇത് ഡയമീറ്റർ ബോട്ടം എന്ന് പറയുമ്പോൾ 800 mm ആണ്, മുകളിൽ എന്ന് പറഞ്ഞാൽ 1 മീറ്ററാണ്. അത് ജസ്റ്റ് ആലോചിക്കുന്നത്. ഫസ്റ്റ് സെൻറ്റൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പ്രോസസ് ഓഫ് ഗ്രൈൻഡിങ് ക്ലേ വിത്ത് വാട്ടർ ആൻഡ് മേക്കിംഗ് ഇറ്റ് പ്ലാസ്റ്റിക് ഈസ് നോൺ ആസ് പഗ്ഗിങ്. ഓക്കെ, ഇതാണ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ ഇത് ആദ്യത്തെ പോയിന്റ് മാത്രമേ ഇത്രേ ഉള്ളൂ. അടുത്ത പോയിൻ്റൊക്കെ ചെറുതാണ്. മോൾഡിങ് പിന്നെ ഇനി അടുത്ത വരുമ്പോൾ ഡ്രൈയിങ് ആയാലും അതൊക്കെ ചെറുതാണ്. മോൾഡിങ് എന്ന് വെച്ചാൽ ദ ക്ലേ ഈസ് പ്രിപ്പയർഡ് സെൻഡ് ഫോർ നെക്സ്റ്റ് സ്റ്റേജ്. അതാണ് മോൾഡിങ് എന്ന് വെച്ചാൽ. അത് 2 തരമുണ്ട്. ഹാൻഡ് മോൾഡിങ് ഉണ്ട്, മെഷീൻ മോൾഡിങ് ഉണ്ട്. ഹാൻഡ് മോൾഡിങ് എന്ന് വെച്ചാൽ ആക്ച്വലി ചെയ്യുന്നത് ഗ്രൗണ്ട് വെച്ച് ചെയ്യാം, ടേബിളിലും വെച്ച് ചെയ്യാം. ആദ്യം നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്സ് കണ്ടതാണ്. ഹാൻഡ് മോൾഡഡ് ഉണ്ട്, ഈ പറഞ്ഞ ഫസ്റ്റ് ക്ലാസ് മാത്രമാണ് ടേബിൾ മോൾഡഡ്. മെഷീൻ മോൾഡഡ് എന്ന് ആക്ച്വലി ദി എക്സസ് ക്ലേ ഈസ് റിമൂവ്ഡ് എയ്തർ ബൈ ഷാർപ്ഡ് എഡ്ജ് ആയിട്ടുള്ള വുഡൻ അല്ലെങ്കിൽ ഒരു മെറ്റാലിക് പ്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ വിളിക്കുന്ന പേരാണ് സ്ട്രൈക്ക് എന്ന് വെച്ചാൽ ഒരു മെറ്റാലിക് പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു വുഡൻ പ്ലേറ്റ് ആണ്. ഒരു എന്തെങ്കിലും ഒരു എക്സസ് ആയിട്ടുള്ള ഒരു പോർഷൻ കാണുമല്ലോ ക്ലേയിന്, ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു സാധനമാണ് ഈ സ്ട്രൈക്ക് എന്ന് വെച്ചാൽ. അത് എ മാർക്ക് ഓഫ് ഡെപ്ത് 120 mm വിച്ച് ഇസ് പ്ലേസ്ഡ് ഓൺ റോ ബ്രിക്ക് ഡ്യൂറിങ് മോൾഡിങ് ഇസ് കോൾഡ് ഫ്രോഗ്. എന്ന് പറഞ്ഞാൽ
ബ്രിക്കിൻ്റെ മുകളിൽ സർഫസിൽ അല്ലെങ്കിൽ മുകളിൽ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ഇംപ്രഷൻ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷേപ്പിലോ ഫോം ചെയ്യുന്നത് അതിനാണ് ഫ്രോഗ് എന്ന് പറഞ്ഞാൽ. അതിന് ഒരു 20 തൊട്ട് അല്ലെങ്കിൽ 10 തൊട്ട് 20 mm വരെ ഒരു ഡിപ്രഷൻ കാണും. അതിനാണ് ആ ഒരു ഫ്രോഗ് എന്നൊരു പ്രോസസ്സ് എന്ന് വെച്ചാൽ. മോൾഡ് ചെയ്യുമ്പോൾ മെഷീൻ മോൾഡിലാണെങ്കിൽ അങ്ങനെ ചെയ്യും. ദി വുഡൻ ബ്ലോക്ക് ഇൻ ദ മോൾഡിങ് ഈസ് നോൺ ആസ് മോൾഡിങ് ബ്ലോക്ക്. ആ ഒരു ബ്ലോക്കിനെ വിളിക്കുന്ന പേരാണ് വുഡൻ ബ്ലോക്കാണ്. അതിനെ വിളിക്കുന്ന പേരാണ് മോൾഡിങ് ബ്ലോക്ക് എന്ന് വെച്ചാൽ. മോൾഡിങ് കഴിഞ്ഞു അടുത്ത ഡ്രൈയിങ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഡാം ആയിട്ടുള്ള ബ്രിക്സ് ആർ ലൈക്ലി ടു ബി ക്രാക്ഡ് ഓർ ഡിസ്റ്റോർട്ടഡ് ആണ്. ഡാം ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ അത്ര നല്ലതല്ലാത്ത ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ക്രാക്ക് ഉണ്ടായി പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്. പക്ഷേ മോൾഡഡ് ആയിട്ടുള്ള ബ്രിക്സ് ആർ ദെയർഫോർ ഡ്രൈഡ് ആൻഡ് ദെൻ ഒരു മോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബ്രിക്സ് അതുകൊണ്ട് ഡ്രൈ ചെയ്ത ശേഷം അടുത്ത ഓപ്പറേഷനിലേക്ക് കടക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ബേണിങ് അടുത്ത സ്റ്റെപ്പാണ്. ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് ബേണിങ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെ ഡ്രൈ ചെയ്യിപ്പിക്കും. കാരണം അല്ലെങ്കിൽ അത് ക്രാക്ക് ചെയ്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ബേൺ ചെയ്യുമ്പോൾ തന്നെ. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഡ്രൈ ചെയ്യിപ്പിക്കണം. ഇത്രയേ ഉള്ളൂ, ഒരു ഡ്രൈ ചെയ്യിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ലാസ്റ്റ് പോയിന്റ് നമ്മൾ ലാസ്റ്റ് എത്തുകയാണ് ബേണിങ് ആക്ച്വലി വേറെ ഒന്നുമില്ല. ദിസ് ഗീവ്സ് ഹാർഡ്നെസ് കൊടുക്കുക, ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് ടു ദ ബ്രിക്സ് ആൻഡ് മേക്സ് ദം ഡെൻസ് ആൻഡ് ഡ്യൂറബിൾ. ഡെൻസ് ആക്കും, ഡ്യൂറബിൾ ആക്കും. ഈ ഒരു ബേണിങ് ചെയ്യുമ്പോൾ bricks should be burned properly. If they are overburned they become brittle ആവും എന്ന് പറഞ്ഞാൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു ഇതാവും കൂടുതൽ ഹീറ്റ് ചെയ്താൽ. അതാണ് 4th ക്ലാസ് ബ്രിക്സിൻ്റെ കേസ്. അങ്ങനെയാണ്, കൂടുതൽ ഹീറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ അത് ഹീറ്റ് ചെയ്ത് അവസാനം അത് പൊടിഞ്ഞു പോണ ഒരു ടൈപ്പുള്ള ഒരു ബ്രിക്കാണത്. ആൻഡ് ക്യാൻ ബ്രേക്ക് ഈസിലി. അപ്പോൾ അങ്ങനെ 2 തരം കിൽൻസാണ് ഉള്ളത്. ഈ പറഞ്ഞ ബ്രിക്ക് നിർമ്മിക്കുന്ന സ്ഥലങ്ങളാണ് അല്ലെങ്കിൽ ബേൺ ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ കിൽൻസ് എന്ന് വെച്ചാൽ. അത് 2 തരമുണ്ട്. ഇൻ്റർമീഡിയറ്റ് കിൽൻ എന്ന് വെച്ചാൽ ആക്ച്വലി ബ്രിക്സ് ആർ ലോഡ് ചെയ്യും, ഫയർ ചെയ്യും, കൂൾ ചെയ്യും, എന്നിട്ട് അൺലോഡ് ചെയ്യും. അതൊരു റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ ഒരു സർക്കുലർ ഷേപ്പായി ആ ഒരു കിൽനിൻ്റെ ഷേപ്പ് അത്രേ ഉള്ളൂ, ഷേപ്പ് എന്നേ ഉള്ളൂ ആ ഒരു കിൽനിൻ്റെ ഷേപ്പ്. പക്ഷേ മെയിൻ പ്രോസസ്സ് ഇതാണ്. ഒരു ബ്രിക്സ് ലോഡ് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞ് ഫയർ ചെയ്യും, അത് കഴിഞ്ഞിട്ട് കൂൾ ചെയ്യും, പിന്നെ അൺലോഡ് ചെയ്യും. അതാണ് ഇൻ്റർമീഡിയറ്റ് കിൽൻ എന്ന് പറഞ്ഞാൽ. അടുത്ത കണ്ടിന്യൂസ് കിൽൻ. കണ്ടിന്യൂസിലും ഇതും തമ്മിൽ വ്യത്യാസം വേറൊന്നുമില്ല. ഈ സെയിം സംഭവം തന്നെയാണ് ചെയ്യുന്നത്. ലോഡ് ചെയ്യും, ഫയർ ചെയ്യും, കൂൾ ചെയ്യും, അൺലോഡ് ചെയ്യും. പക്ഷേ ഇതെല്ലാം സൈമൾട്ടേനിയസ്ലി ആയിട്ടാണ് നടത്തുന്നത്, ഒരുമിച്ചാണ് നടത്തുന്നത്. മറ്റതിൽ ഓരോന്നിങ്ങനെ ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രോസസ്സ് നടത്തുന്നത്. എന്ന് വെച്ചാൽ ലോഡിങ് കഴിഞ്ഞിട്ടാണ് ഫയർ ചെയ്യുന്നത്, എന്നിട്ട് അതിന് കൂൾ ചെയ്യും, അത് കഴിഞ്ഞ് അൺലോഡ് ചെയ്യും. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കണ്ടിന്യൂസ് കില്ലിന് 3 തരത്തിൽ ചെയ്യാം, 3 രീതിയിൽ ചെയ്യാം. അതാണ് ബുൾ ട്രെഞ്ച് കിൽൻ, ഹോഫ്മാൻ കിൽൻ, ടണൽ കിൽൻ. ഈ ഒരു 3 വേസിലാണ് ഈ ഒരു കണ്ടിന്യൂസ് കിൽന് വെച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇതാണ്. അപ്പോൾ ഇതാണ് ബ്രിക്സ് എന്ന് വെച്ചാൽ. ആക്ച്വലി ബ്രിക്സ് ഇപ്പോൾ നമ്മളിന്ന് പഠിച്ചത് എന്തൊക്കെയാണ്, ഒരു ബ്രിക്സ് ഏതൊക്കെ കോമ്പോസിഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഹാംഫുള്ളായിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, അതുപോലെ ക്വാളിറ്റീസ് ഓഫ് ബ്രിക്സ്, ടെസ്റ്റ് ഓൺ ബ്രിക്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്സ്, അതുപോലെ കളർ ഏതൊക്കെ കളറുണ്ട്, അതുപോലെ ലാസ്റ്റ് എങ്ങനെ ആണ് ഈ ബ്രിക്സ് നിർമ്മിക്കുന്നത്, 4 പ്രോസസ്സ് വഴി നിർമ്മിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. സോ താങ്ക് യു.